അപ്പക്കുട്ട തൊപ്പിക്കാരാ എപ്പ കല്യാണം അടിപൊളി തകർന്നോ അത് തകർക്കൂലേ വെൽക്കം വെൽക്കം ഡിയർ വെൽക്കം വെൽക്കം നമസ്കാരം അതെ അത് അത് തീർച്ചയായിട്ടും അതൊരു അത് ആ ഒരു സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളുന്നു അത്ര വേണം ഒരു 10 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഹായ് 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 സെബാസ്റ്റ്യൻ സാറേ ഇതാര് അല്ല നിങ്ങൾ ഇവിടെ എത്തിയല്ലേ നിങ്ങൾ ഗുഡ് മോർണിംഗ്. അടുത്ത ഞായറാഴ്ച ഇന്ന് ഒരു ചെറിയ യാത്രയാണ്, ദീർഘദൂരമൊന്നുമില്ല. ജസ്റ്റ് വയനാടിലേക്ക് ലക്കിടി വൈത്തിരി വാട്ടറിംഗ് പാർക്ക്. ഇവിടെ സുഹൃത്തുക്കളുണ്ട്. തിരുവാമ്പാടി 8 മണിക്ക് പുറപ്പെടുകയാണ്. ഇപ്പോൾ 10 മണിയായി. നമ്മുടെ ഹോട്ടൽ വിൽക്കൻ്റെ ലക്കിടിയുള്ള ഹോട്ടൽ വിൽക്കൻ്റെ വെജ് സെക്ഷനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വാഹനം നിർത്തുകയാണ്. 40 പേരുണ്ട്. നല്ല സൗഹൃദങ്ങൾ ഇന്ന് നമുക്ക് എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഈ ടീമിനൊപ്പം, ടീം ഹാർമണിക്കൊപ്പം വയനാട്ടിലെ ചെറിയ ചെറിയ കാഴ്ചകളിലേക്ക് കൺതുറക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ കാണാം. തൈരുവട ആ കൊള്ളാവോ ചേച്ചി, കൊള്ളാവോ? ഇവിടെ ഒന്നും വന്നിട്ടില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. അല്ല നിങ്ങൾ കഴിച്ചു തുടങ്ങിയോ? കൊള്ളാവട്ടെ, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? കറിവേപ്പില ഒഴിവാക്കിയാലും ബാക്കി അങ്ങോട്ട് കൊള്ളാവോ? അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ. സപ്ലയർ അതെ, നല്ല അടിപൊളി തൊപ്പി ഇല്ലേ, നല്ല മുരിഞ്ഞ. എന്താണ് നെയ് റോസ്റ്റ്? നോക്കി ഒരു പിരമിഡ് ടൈപ്പ് ആണല്ലേ. പൂരി എങ്ങനെയുണ്ട്? ടേസ്റ്റി ആണല്ലേ. ഇതാരുടെ? അത് കുഴപ്പമില്ല, നമുക്ക് കഴിച്ചു നോക്കാലോ. ഞാനാ വട പറയാനേ ടേസ്റ്റ് ഉണ്ടല്ലേ. ചട്നി കൊള്ളാം, ചട്നി കൊള്ളോ? തക്കാളി ചട്നി അല്ല എങ്ങോട്ട് തൈര് കൊള്ളാവോ? ശരി, ഇഷ്ടപ്പെട്ടു.
നല്ല ഫുഡായിരുന്നു, ഞങ്ങൾ really ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ ഫുഡ്, വി റിയലി എൻജോയ്. നമ്മുടെ ഇന്നത്തെ നമ്മുടെ അല്ലേ കപ്പിത്താൻ അല്ലേ റേസ് മിടുക്കൻ കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കച്ചാട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളിവിടെ വണ്ടി നമ്മുടെ വാഹനം അത് അവിടെ പാർക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പാർക്കിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളവിടെ ഉണ്ടോ കയറി എല്ലാവരും മക്കളെ വാ ഉള്ള വെച്ച് കയറി സൂക്ഷിക്കണം നീളത്തോളം സൂക്ഷിക്കണം. കയറിയോ എല്ലാവരും കയറി നമ്മുടെ ബർത്ത്ഡേ ബോയ് ഉൾപ്പെടെ പാർക്കിലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ, സീറ്റുണ്ടോ മുന്നിൽ? അതെ പണ്ട് പൂവാർത്തോടേക്ക് ലോക്ക് അടിച്ച് പോലെ ഓടുമോ കൂടഞ്ഞി പൂവാർത്തോട് 4 വീൽ ജീപ്പിൽ കയറിപ്പോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഉണ്ടോ? ആ ശരി ഓക്കെ. അതല്ലേ നിങ്ങളൊക്കെ ചെല്ലേ ആക്കിയിട്ടുള്ള പള്ളിയിൽ പോയിട്ട് രണ്ടുപേര് ജനലേക്ക് എറിയുന്നോ? അച്ഛൻ തെറി പറഞ്ഞു. ആരാണ് താരമാരാ? നമ്മളാരില്ലേ? എന്റേതല്ല എന്ന വിധത്തിൽ അപ്പൻ കണ്ടെടുത്ത് നിന്നു. ഇതിലെനിക്ക് പങ്കില്ല. അത് ആര് ഏത് എപ്പം ഇതിലെനിക്ക് പങ്കില്ല. അതില് അങ്ങനെ ഒത്തിരി കേട്ടതാണ് വൈത്തിരി പാർക്കിനെ കുറിച്ച്. കുറേ നാളായി പറഞ്ഞത് കരുതുകയും ചെയ്യുന്നു. അപ്പോൾ ഏതാണെങ്കിലും അങ്ങനെ അവിടെയും എത്തുന്നതാണ് ഞങ്ങൾ. ഇതാ നമ്മുടെ വൈത്തിരി പാർക്ക്. അതായത് നമ്മുടെ റേസാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സാരഥി. മിക്കപ്പോഴും ഇങ്ങനെ വയനാട്ടിൽ കൂടെ വൈത്തിരി വഴി പുൽപ്പള്ളിക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ പാർക്കിൻ്റെ ബോർഡ് കാണാറുണ്ട്. ഏറെ നാളായി ഇങ്ങോട്ട് കയറുമെന്ന് കരുതുകയും ചെയ്യുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. പലപ്പോഴും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നല്ലേ പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിമനോഹരമായ വൈത്തിരി പാർക്കിലേക്ക് നമ്മൾ എത്തുകയാണ്. വൈത്തിരി പാർക്കിൻ്റെ സൗന്ദര്യത്തിലേക്ക്, പ്രകൃതി നന്മകളിലേക്ക് ഞങ്ങൾ കണ്ണു തുറക്കുകയാണ്. നമ്മുടെ ടീമുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ന്യൂജൻ ഇതാ വന്നു, ജെൻ എക്സ്. ഇവിടെ നമ്മുടെ ബെന്നിപ്പോൾ ആഗ്രഹം ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഒക്കെ വീഡിയോ ആക്കിയേക്കാം. നോക്കൂ, ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മളങ്ങനെ കണ്ണു തുറക്കുകയാണ് വൈത്തിരി പാർക്കിൻ്റെ മാസ്മരിക കാഴ്ചകളിലേക്ക്. മുന്നിൽ പോകുന്ന റേസാണ് ഇതിൻ്റെ അസിസ്റ്റൻ്റ് അല്ലേ, അസിസ്റ്റൻ്റ് മാനേജർ അല്ലേ. വൈത്തിരി പാർക്ക്, ദി ബിഗ്ഗസ്റ്റ് പാർക്ക് ഇൻ വയനാട്. അതാണ് ഇവിടുത്തെ ഒരു ദി ബിഗ്ഗസ്റ്റ് പാർക്ക് ഇൻ വയനാട്. ഇവിടെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഒന്ന് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്കൊന്ന് വായിച്ചു നോക്കാം. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. കണ്ടോ, അങ്ങനെ നീലാകാശത്തെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് കണ്ട കുഞ്ഞുങ്ങളങ്ങനെ അവിടെ ഗസ്റ്റുകൾ അവിടെ പറന്ന് കിടക്കുകയാണ്. കുഞ്ഞുപ്പ ചേട്ടൻ ഗുഡ് മോർണിംഗ് ഇവിടെ സ്വീകരിക്കുന്നു. അവിടെ നമ്മുടെ മുഖ്യ പ്രായോജകനെ വെയിറ്റ് ചെയ്യായിരുന്നു. എവിടെ പോയി പ്രായോജക?
യെസ് അതെ പ്രായോജകൻ എത്തിയിരിക്കുന്നു ഷാജി. ആകെ ഒരു 3 റൈഡ്സിന് നമുക്ക് അഡീഷണൽ പേയ്മെന്റ് ആയിട്ട് വരുള്ളൂ. ടോൾഡി തിയേറ്റർ, ATV, ഫിഷസ് സ്പാ ഒരു മസാജിങ് ചെയർ. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾ നോക്കിയിട്ട് താഴ്ന്ന ടിക്കറ്റ് എടുത്താൽ മതി കേട്ടോ. ടോൾഡി തിയേറ്ററിന് പെർ ഹെഡ് 100 ആണ്, ATV 200. ATV എന്ന് പറയുന്നത് ബൈക്കാണ്, 4-വീലർ ബൈക്കാണ്. ഗിയർ ടൈപ്പ് ആയിരിക്കും, സിംഗിൾ സീറ്റ് ആണ് വരുന്നത്. പിന്നെ ഫിഷസ് സ്പാ ഒരു മസാജിങ് ചെയർ വരുന്നുണ്ട്, അത് 150 ആണ് വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ റൈഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ മുകളിലാണ്. മുകളിൽ ഒരു 6 അമ്യൂസ്മെൻറ്റ് റൈഡ്സ് ആണുള്ളത്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ജെയിൻസിങ് വരും. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ ഹൊറർ ഹൗസ് ഉണ്ട്, കപ്പിൾ സിപ്പ് ലൈന്, കപ്പിൾ സൈക്കിൾ, സിംഗിൾ സൈക്കിൾ, റോളർ. പിന്നെ നമുക്കൊരു ഹൈറോപ്പ് കോഴ്സ് വരുന്നുണ്ട്, ഒരു 10 ബ്രിഡ്ജ് മാതിരി ഒരു ടാസ്ക്. പിന്നെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഒരു കുട്ടിക്ക് പറ്റുന്ന ട്രംബോളി ഉണ്ട്, ബഞ്ചി ട്രംബോളി. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ 360 ഡിഗ്രി സൈക്കിൾ ഉണ്ട്, ബുൾ റൈഡ് ഉണ്ട്, മെൽഡ്രോൺ, ഹ്യൂമൻ ഗൈറോ, അങ്ങനെ കുറച്ച് ഐറ്റംസ് താഴെയുണ്ട്. പിന്നെ താഴോട്ട് പോകുമ്പോൾ ഫാമിലി സിംഗ്, 360, ഫ്രീ ഫാള്, ക്ലൈംബിങ് നമുക്ക് നെറ്റ് ക്ലൈംബിംഗ് ഉണ്ട്, വാട്ടർ ക്ലൈംബിംഗ് ഉണ്ട്. എല്ലാ ട്രൈ ഗെയിംസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുക കേട്ടോ. വാട്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, റെയിൻ ഡാൻസ് ഉണ്ട്, വാട്ടർ റോളർ, പിന്നെ കുട്ടിക്ക് പറ്റുന്ന സ്ലൈഡും കാര്യങ്ങളും, പിന്നെ അഡൾട്ടിന് പറ്റുന്ന 2 വാട്ടർ സ്ലൈഡും ഉണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ലോക്കർ റൂമും ചേഞ്ചിങ് റൂമൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. നമുക്ക് ലോക്കർ റൂം വരുന്നത് ടൗൺ സൈഡിലാണ്. ഇപ്പം നിങ്ങൾ റൈഡ്സ് മുകളിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോക്കറിൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ ഈ ലഗേജ് ജസ്റ്റ് സെക്യൂരിറ്റിയിൽ ഏൽപ്പിച്ചാൽ മതി. എന്നിട്ട് മുകളിലത്തെ റൈഡ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ലഗേജ് എടുത്തിട്ട് താഴോട്ട് പോയാൽ മതി. ഓക്കെ അല്ലേ? ഫുഡും കഴിച്ച് ട്രൈ ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങുക. അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുണ്ടാവുക. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറാൻ പറ്റില്ല. പിന്നെ നമുക്ക് വരുന്നതല്ലാതെ പുറത്തുള്ള ടോൾഡി തിയേറ്റർ, ATV, ഫിഷസ് സ്പാ ഓർ മസാജിങ് ചെയർ. ഓക്കെ അല്ലേ? ഇതിൽ മാത്രമേ നമുക്ക് അഡീഷണൽ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ ഒരു എമൗണ്ടിൽ ഇൻക്ലൂഡ് ആയിരിക്കും. എല്ലാം നിങ്ങൾക്ക് അൺലിമിറ്റഡ്, നമുക്ക് തിരക്ക് പോലെ നോക്കിയിട്ട് ചെയ്താൽ മതി. അതാണ് ലഞ്ച് കഴിച്ചതിന് ശേഷം ലഞ്ച് കഴിച്ചിട്ട് ട്രൈ ഗെയിംസ് കംപ്ലീറ്റ് ആയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇറങ്ങുക. ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ഗെയിംസിൽ കയറാൻ പറ്റൂല. സേഫ്റ്റി നോക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഇങ്ങനെ എല്ലാവരും അവരവരെ ടാഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയാണ്. ആ അതെ അതെ അതാ സാറിനെ കിട്ടുന്നു, സാറിനെ കിട്ടുന്നു. തീരുമാനമായി. ആ എന്റെ കൈ കെട്ടിയിരിക്കുന്ന മോശമല്ല കേട്ടോ. ടാഗ് കിട്ടി പുറത്തു പോണേ. ടാഗ് കിട്ടിയൊക്കെ പുറത്തു പോവുക. എന്റെ ടാഗ് ഇട്ടു കേട്ടോ. എല്ലാവരും അങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ എന്താണ് വരാൻ പോകണമെന്ന് കരുതി കാത്തിരിക്കുകയാണ്. ഇവരൊക്കെ പിന്നെ കണ്ട് സ്ഥിരം പരിശീലനമുള്ളതാണ്. അമ്മയ്ക്ക് ടാഗ് കിട്ടിയില്ല. അവിടെ അമ്മയെ വിളിക്കും. അമ്മയ്ക്ക് മോള് വരല്ലേ പഠിക്കട്ടെ. ഓക്കെ അമ്മനെ ജീപ്പിൽ താഴോട്ടാക്കി തരാം കേട്ടോ. നടക്കാൻ ബുദ്ധിമുട്ടല്ല. അമ്മയുടെ കൈ കാണട്ടെ. Y3 പാർക്ക് അതാ കാണട്ടെ. അവിടെ നമ്മുടെ മുത്തുമണികൾ അങ്ങനെ റൈഡ്സിന് തകർത്തോണ്ടിരിക്കുകയാണ്. സാറേ
മേടിച്ചടാ ഓയ് ജോഷി ആ മക്കളെ ജോഷി ജോഷ് ഓയ് അവിടെ നമ്മൾ ടീമുകൾ അവിടെ ഇങ്ങനെ ഊഞ്ഞാടുമ്പോൾ ഇവിടെ ചിലരൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ വേണ്ടപ്പെട്ട ചിലരൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് ഫീലിംഗ്? ഒരു വാക്ക് പറയാമോ? എന്തുണ്ട് ഫീലിംഗ്? കേട്ട് പറയാലേ. ഇവിടെ ചിലരൊക്കെ റൈഡിൽ ഇങ്ങനെ ആർമാദിക്കുമ്പോൾ അവിടെ ചിലരൊക്കെ അവിടെ ഊഞ്ഞാലാടി തകർത്തോണ്ടിരിക്കുകയാണ്. പറക്കുകയാണ് ചിലരൊക്കെ. ഷാൻഡി അവിടെ സബാഷ് സാറേ ഇവിടെ ഊഞ്ഞാടുത്താർക്ക് ചിലരൊക്കെ അതാ ഊഞ്ഞാലാടുന്നു ചിലരൊക്കെ. ഇവിടെ ചിലരൊക്കെ ഊഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ കേളായിരുന്നു? ആരാ അമ്മയെ വിളിക്കുന്നത്? അയ്യോ അമ്മേ, അമ്മച്ചേ, എവിടെയായിരുന്നു? നിങ്ങൾ കയറിയോ? അതൊക്കെ എന്തായി സഭാഷ? എന്തായി കാര്യങ്ങളൊക്കെ? എന്താ ഇവിടെ എന്താ കാര്യങ്ങളൊക്കെ? സബാസ്റ്റ്യൻ സാർ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കേട്ടു. സബാസ്റ്റ്യൻ സാറേ എന്തോ ആ സീറ്റ് അതാ നിങ്ങളുടെ സീറ്റ് കാണാനോ പറയുന്നുണ്ട്. നിങ്ങളുടെ സീറ്റ് അവിടെ എന്തൊക്കെയാ അവിടെ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. ഇച്ചിരി ആ സാറല്ലേ ഇച്ചിരിയൊക്കെ അല്ലേ മനുഷ്യന്മാരല്ലേ സംഭവിക്കാം. എങ്ങനെയുണ്ട്? എന്റെ കാലം വെള്ളം വീഴുന്നില്ല. അത് ഇവിടുന്ന് വന്നാ അത് എന്റെ മുമ്പിൽ നിന്ന് സബാസ്റ്റ്യൻ മാഷായിരുന്നു. അത് വിശുദ്ധ ജലമാണ് വെഞ്ചരിച്ചതാ. ചൂടുണ്ടായിരുന്നു. നല്ല റൈഡാ. അതെ സൂപ്പർ റൈഡാണ്. ഇവിടെ ആരൊക്കെയോ അവിടെ നമ്മുടെ കത്തുണ്ടോ? നമ്മുടെ പിള്ളേരുണ്ടോ? മക്കളെ കയറിയല്ല ധൈര്യം ഉണ്ടോ? എന്ത് സംഭവിക്കും? ഒന്നും പേടിക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ ആരൊക്കെ അപ്പനും അമ്മയും വിളിച്ചത് കേട്ടാൽ ആരെ വിളിച്ചതറിയത്തില്ല. കുഴപ്പമില്ല. നമ്മുടെ മക്കൾ ഓരോരുത്തരോട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുണ്ട്, ഷൈജ, ടീച്ചറ്, ആന്റിയെ കോൺഫിഡൻ്റ് ആണോ? എന്ത് വന്നാലും സെബാസ്റ്റ്യൻ സാർ എന്തൊക്കെയോ സംഭവിച്ചെന്നോ കേട്ടോ. ഷൈജ എവിടെ വിശദജലം തളിച്ചു നോക്കാം. സെബാസ്റ്റ്യൻ സാർ എവിടെയൊക്കെ വിശദജലം തളിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് കയറിയിട്ട് ഇതിന് അതാ ആന്റി ഇതായിരുന്നു നിൽക്കുകയാണ്. അവിടെയാണല്ലേ? റോജൻ അവിടെ ഉണ്ട്. അവിടെ റോജൻ ഇവിടെ ചേട്ടൊക്കെ ഇവിടെ ഇങ്ങോട്ട് വല്ല. അതാ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മളെ നേരത്തെ ഇപ്പൊ നമ്മളെ കാര്യം
എന്തിന്റെ റോജ എന്നാ സംഭവിച്ചേ? ടീച്ചറേ കണ്ണടക്കരുത് ആന്റി കണ്ണടക്കരുത്. അവിടെ ഷിജുവും കുടുംബവും അവിടെ കേരളം തയ്യാറെടുക്കുകയാണ്. ബെന്നി മാത്യു ഉണ്ട്. ഇവിടെ നമ്മുടെ റോജ അതും കണ്ട് ആരിഫം കണ്ട് അത് ഫ്ലോപ്പായി പോയി. അതെ. ഇതാ ഇവിടെ ചിലരൊക്കെ അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. റോജനെ ലോക്ക് ചെയ്തു, മക്കളെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഷിജു കുടുംബമുണ്ട്, ചേച്ചിയുണ്ട്, സെബാസ്റ്റ്യൻ സാറ് കുടുംബമുണ്ട്, ബെന്നിച്ചേട്ടനുണ്ട്. എന്തൊക്കെയോ അവിടെ എന്തൊക്കെ സംഭവിച്ചു കേട്ടോ. കണ്ടോളെ ബർത്ത്ഡേ ബോയ് എന്താണ്? അതെ അവിടെ കറക്കി തുടങ്ങിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ സാറേ ഓയ് ആൻറ്റി എങ്ങനെയുണ്ട് അനുഭവം? അതല്ലേ എൻജോയ്ഡ്. ടീച്ചർ പിന്നെ നേരത്തെ കരുതല്ലേ ഷാജിയാക്കുന്നുണ്ട്. മക്കളെ എൻജോയ് ചെയ്തോ? കണ്ടു മോളെ അതെ പറന്നു കിടന്നു. അവിടെ പോയിരുന്നു. ഭൂമി ആക്കുന്നുണ്ടോ? പൈസ അവിടെ പിടിച്ച് നിൽക്കാം. അവിടെ 5 മിനിറ്റ് ഒന്നും ചെയ്യാം. അവിടെ ഒന്ന് മേടിച്ചോട്ടാ. ഷിജുക്കുട്ടാ, മിൻസിക്കുട്ടി, സോണിയ, സെബാസ്റ്റ്യൻ ഇത് കൈ വീശ്. അവിടെ അവരങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചിലരൊക്കെ ചെരിഞ്ഞും മറിഞ്ഞും കളിക്കൊണ്ടിരിക്കുന്നു. കുലുക്കി തത്തതാ അത് കുലുക്കി സർബത്ത്. ഇവിടെ കുലുക്കി സർബത്ത് ഇപ്പൊ പേടിക്കണ്ട, അത് ഭയങ്കര സർബത്താവും. എല്ലാ ടീമുകളും അവിടെ ഉണ്ട്. ഇവിടെ ചില കുലുക്കി സർബത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷാൻഡി പറയാൻ പാടില്ല. ആ ജോഷിയാ പറഞ്ഞു ഒന്നീ കറക്കലി കുലുക്കത്, രണ്ടും കൂടെ ആവരുത് അല്ലേ. ഒന്നീ കറക്കലി കുലുക്ക്. പിടിവിട്ടപ്പോ ഷാനിയെ വിളിച്ചു ജോഷി. റോജന് വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അമ്മയെ കാണണമെന്ന് പറഞ്ഞില്ലല്ലോ, തുഷാരെ കാണണമെന്നാ പറഞ്ഞ കേട്ടോ. ഇല്ല റോജ തുഷാരെ കാണണം. ഓയ് 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 കോമാർ നിർത്തുന്നുമില്ല. റോജാ നിർത്തുന്നുമില്ലേ കോമാറിലെ? നിർത്തുന്നുമില്ല. ഭൂമി കറക്കുന്നില്ലേ? ഷാൻഡിയേ
കഴിഞ്ഞു ആശ്വാസമായി. ഐ ഡി കാർഡിൽ അങ്ങനെ അനുഭവം ഒന്ന് പങ്കുവെക്കാവോ? എന്ത് ജോഷിക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? 2-3 നാളെ കയറിയില്ലേ? അതെ അല്ല, അനുഭവം പറയും, പങ്കുവെക്കും, അനുഭവം പറയൂ. എന്ത് തോന്നുന്നു? എന്റെ ഡോക്ടറെ, ആ സാധനം നമ്മുടെ ഉള്ള ചപ്പാത്തിയായി അത്രയ്ക്ക് പറഞ്ഞു. ഡോക്ടറെ, എന്റെ അഭിപ്രായത്തില് ആണുങ്ങൾക്ക് കുഴപ്പമില്ല, പെണ്ണുങ്ങൾ കംഫർട്ടാണ്. അതല്ലേ ബെന്നിമാക്കു എങ്ങനെയുണ്ട്? റൈഡ് എങ്ങനെയുണ്ട്? സൂപ്പർ റൈഡായിരുന്നു. ഇതിൽ ഞാൻ കയറില്ല. അത് പിന്നെ താഴേക്ക് ഞാൻ അത് വേഗം വന്നില്ല താഴേക്ക്. താഴെ ഞാൻ നോക്കി നിൽക്കുക സ്ലോ. താഴേക്ക് വേഗം വരണം, എന്നാലേ എൻ്റെ ഒരു വൈബുള്ളൂ. ശരിയാ. സോണിയമ്മയുടെ എന്ത് തോന്നുന്നു? ഇഷ്ടമായി. പക്ഷെ ഇത് ഇഷ്ടമായി. ഇതിലെ പറയാ പാവ ജോഷിക്ക് നേരെ നിൽക്കാൻ വയ്യ.